ഇടുക്കിയിലേക്കാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കടുവയെ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടുവയ്ക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിനെ മയക്ക് വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമമാണ്. അപ്പോൾ ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെയും ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടുവയെ മയക്ക് വെടിവെച്ച് പിടികൂടുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. സിജോ വർഗീസ് ഉണ്ട് തത്സമയം വണ്ടിപ്പെരിയാറിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇന്നലെയും ഈ ദൗത്യം തുടങ്ങി വച്ചിരുന്നു, പക്ഷേ കടുവയെ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കടുവ ആ കൂടിനടുത്തായി തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിജയകരമായി മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമെന്നാണോ സംഘത്തിന്റെ പ്രതീക്ഷ? ജിൽസി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ പ്രാഥമികമായി ഈ കടുവയെ കണ്ടെത്താൻ, അത് സ്പോട്ട് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് വനംവകുപ്പ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയെല്ലാം തുടരുകയാണ്. അതിനുശേഷം ഈ ഭാഗത്തേക്ക് കൂടുതൽ സന്നാഹങ്ങൾ എത്തും. വനംവകുപ്പിൻ്റെ പ്രത്യേക സംഘമുണ്ടാവും, പോലീസ്, റവന്യൂ വകുപ്പുകളുണ്ടാവും, ആരോഗ്യ പ്രവർത്തകരുണ്ടാവും. ഈ പ്രദേശത്തെ ആളുകളെ ഇവിടെ നിന്ന് അല്പമൊന്ന് മാറ്റിയ ശേഷമായിരിക്കും പിന്നീട് ഈ നടപടിക്രമങ്ങൾ നടക്കുക. കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് കടുവയ്ക്ക് അധികം ദൂരം സഞ്ചരിക്കാനാവില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് വലിയൊരു അപകടാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചായിരിക്കും ഈ ദൗത്യം നടപ്പാക്കുക. ഈ കടുവയെ ഇന്നലെ രാത്രിയെല്ലാം തന്നെ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. കടുവ ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാത്രിയും ഇന്നലെ ഈ കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തിയെങ്കിലും കൃത്യമായി അത് നടത്താൻ സാധിക്കാതെ വന്നതോടെയാണ് ഈ വീണ്ടും ഇന്നത്തേക്ക് അത് മാറ്റിയത്. ഇന്ന് കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ ദൗത്യം നടക്കുകയാണ്. എന്തായാലും എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ദൗത്യം തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയിട്ടുണ്ടോ? ക്രമീകരണങ്ങളും എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈഗറിനൊന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ പാച്ചിൽ നിന്നും ചെറിയ മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്പെസിഫിക് ആയിട്ടൊന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ ടീം ഉടനെ ഇറങ്ങും. ഈ കാര്യമായ പുരോഗതി, ആരോഗ്യനിലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ വല്ലതും കാണാൻ പറ്റിയിട്ടുണ്ട്? കടുവയെ കണ്ടിരുന്നോ ശരിക്കും? കടുവയെ നമ്മൾ ഇന്നലെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്നലത്തെ ഒരു വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അത് എത്രത്തോളം മോശമാണെന്നുള്ളത് ഇപ്പോഴും നമുക്കത് പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും അത് അത്ര ആരോഗ്യവാനല്ല, എന്നാലും ചെറിയ ചെറിയ മൂവ്മെന്റുകളെല്ലാം അത് കാണിക്കുന്നുണ്ട്. ഈ ഡോക്ടർമാരൊക്കെ എത്തിയിട്ടുണ്ടോ? ഡോക്ടറിന്റെ ടീമും എല്ലാവരും ഉണ്ട്. നമ്മുടെ പാനലെല്ലാം റെഡിയാണ്. രാവിലെ നിരീക്ഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനിപ്പോൾ കൃത്യമായിട്ട് അതിന്റെ എക്സാക്ട് പോയിന്റ് നമുക്കൊന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടാണ് നമ്മൾ നോക്കുക. തീർച്ചയായും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കടുവയെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഈ കൂട് ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ്, അതുപോലെ തന്നെ ഈ വനംവകുപ്പിൻ്റെ കൂടുതൽ ടീമുകൾ, അവരെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ കടുവയെ പിടികൂടുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഈ ഒരു വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ കൂട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയ ശേഷമാണ് ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത്, അതായത് ഈ ചതുപ്പിനുള്ളിലാണ് നിലവിൽ കടുവ ഉള്ളത്. അവിടെ നിന്ന് ഇന്നലെ വൈകിട്ട് അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പം നിലവിൽ കാണുന്ന ആ ഭാഗത്ത് നിന്ന് അല്പദൂരം ഒന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യും. വഴി സൗകര്യമുണ്ട്, രണ്ട് സൈഡിലും റോഡുണ്ട്, ആ ഭാഗത്ത് വീടുകളുണ്ട്. ഇവിടെ നിന്നുള്ള ആളുകളെ എല്ലാം മാറ്റും. കാരണം ഏത് ഭാഗത്തേക്കായിരിക്കും ഈ കടുവ നീങ്ങുക എന്നത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം നടത്തിയ ശേഷമായിരിക്കും ഈ മയക്കുവെടി വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. അതിനുശേഷം ഈ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടിയാൽ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് കടുവയെ കൊണ്ടുപോയി ആവശ്യമായ ചികിത്സ നൽകുമെന്ന് തന്നെയാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജിൽസി.